ശബരിമലയിൽ പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ടിവിയിലെങ്കിലും കണ്ടിട്ടുണ്ടാകും. മണ്ഡലകാലത്തെ ആ തിരക്കൊക്കെ നമുക്കറിയാം. പക്ഷേ 2026 മെയ് 26 സന്നിധാനത്ത് നടക്കാൻ പോകുന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അന്ന് ശബരിമലയിൽ ഒരു പ്രത്യേക പൂജ നടക്കുകയാണ്. സാധാരണ മാസപൂജയല്ല ഇത്. ഭഗവാന്റെ ശക്തി 100 ഇരട്ടിയാകുന്ന ദിവസം. സന്നിധാനത്തെ വിഗ്രഹം തകർക്കപ്പെട്ട ആ കറുത്ത ചരിത്രത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടെ നിന്ന് അയ്യപ്പൻ എങ്ങനെ വീണ്ടും ഉയർത്തിയെഴുന്നേറ്റു? അതറിയണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് മെയ് 26 കുറിച്ചാണ്. അന്ന് ശബരിമല പ്രതിഷ്ഠാ ദിനമാണ്. നമ്മൾ ഇന്ന് കാണുന്ന ആ മനോഹരമായ വിഗ്രഹം പ്രതിഷ്ഠിച്ച ദിവസം. ഈ ചടങ്ങിനായി മെയ് 25 വൈകുന്നേരം നട തുറക്കും. പിറ്റേന്ന്, അതായത് മെയ് 26 പുലർച്ചെ മുതൽ വലിയ പൂജകളാണ്. അന്നാണ് വിഗ്രഹത്തിൽ പ്രത്യേക കലശാഭിഷേകം നടക്കുന്നത്. കളഭാഭിഷേകവും അന്നു തന്നെയാണ്. അതുമാത്രമല്ല, ഈ പൂജകൾ കഴിഞ്ഞ് മെയ് 26 നട അടയ്ക്കും. ഹരിവരാസനം പാടി രാത്രി 10 മണിക്ക് നട അടയ്ക്കും. പിന്നെ ജൂൺ പകുതിയോടെയേ നട തുറക്കൂ. അതുകൊണ്ട് ഈ ദിവസം ഭയങ്കര സ്പെഷ്യലാണ്. ഇനി നമുക്ക് അല്പം പിന്നിലേക്ക് പോകാം. ശരിക്കും എന്താണ് സംഭവിച്ചത്? നമുക്ക് 1950 ഒന്ന് പോകാം. ആ വർഷം ജൂൺ മാസത്തിലാണ് ആ വാർത്ത വരുന്നത്. ശബരിമല ക്ഷേത്രത്തിന് ആരോ തീയിട്ടു. കേൾക്കുമ്പോൾ തന്നെ നെഞ്ചു തകരുന്ന വാർത്ത. സന്നിധാനം കത്തിയമർന്നു. അവിടെയുണ്ടായിരുന്ന പഴയ ശിലാവിഗ്രഹം അക്രമികൾ തല്ലി തകർത്തു. ഒരു നാട് മുഴുവൻ അന്ന് കരഞ്ഞു. പൂജകൾ മുടങ്ങി. കാട് മൂടിക്കിടന്ന ക്ഷേത്രം പൂർണ്ണമായും ഇരുട്ടിലായി. ഭക്തർക്ക് അതൊരു വലിയ ആഘാതമായിരുന്നു. പക്ഷേ കഥ അവിടെ തീർന്നില്ല. ഭക്തർ തളർന്നിരിക്കാൻ തയ്യാറല്ലായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്തു. അവിടെ പുതിയൊരു വിഗ്രഹം വെക്കണം. പ്രശസ്ത ശില്പികളായ നീലകണ്ഠം പണിക്കരെയും അയ്യപ്പൻ പണിക്കരെയും കണ്ടു. അവർ വിഗ്രഹം പണിയാൻ തുടങ്ങി. കഠിനമായ വ്രതമെടുത്ത് മാസങ്ങളോളം പണിയെടുത്തു. പഞ്ചലോഹത്തിലാണ് വിഗ്രഹം ഉണ്ടാക്കിയത്. ശാന്തമായി ചിരിക്കുന്ന തേജസ്സുള്ള ആ രൂപം അവർ വാർത്തെടുത്തു. നമ്മൾ ഇന്ന് കാണുന്ന അതേ രൂപം. അടുത്ത വെല്ലുവിളി എന്തായിരുന്നു എന്നല്ലേ? ഈ വിഗ്രഹം സന്നിധാനത്ത് എത്തിക്കണം. ഇന്നത്തെ പോലെ അന്ന് റോഡില്ല, വണ്ടികളില്ല. ചെങ്ങന്നൂരിൽ നിന്ന് ഒരു വലിയ ഘോഷയാത്ര തുടങ്ങി. 10,000-കണക്കിന് ആളുകളാണ് വഴിയിലുടനീളം തടിച്ചുകൂടിയത്. ആളുകൾ കരഞ്ഞുകൊണ്ട് അയ്യപ്പനെ സ്വീകരിച്ചു. പമ്പയിൽ നിന്ന് മലമുകളിലേക്ക് ആളുകൾ വിഗ്രഹം തലച്ചുമടായിട്ടാണ് എത്തിച്ചത്. ആലോചിച്ചു നോക്കൂ, എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന്. അങ്ങനെ 1951 മെയ് മാസത്തിലെ ഒരു അത്തം നക്ഷത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. തന്ത്രി കണ്ഠര ശങ്കര തന്ത്രികളാണ് പൂജകൾ ചെയ്തത്. ആ ദിവസമാണ് നമ്മൾ ഇപ്പോൾ മെയ് 26 ആഘോഷിക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? വെറുമൊരു ദിവസമല്ല മെയ് 26. തകർച്ചകളിൽ നിന്ന് നമ്മൾ എങ്ങനെ തിരിച്ചു വന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ഈ സമയത്ത് ശബരിമലയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചോളൂ. കാരണം തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഈ ചരിത്രം നിങ്ങൾക്ക് പുതിയൊരു അറിവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. സ്വാമിയേ ശരണമയ്യപ്പ.